നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റിൽ നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടവരുടെ എണ്ണം 6 മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2 മൃതദേഹങ്ങൾ കൂടി സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിയിൽ നിന്നും 85 കിലോമീറ്റർ അകലെയുള്ള മുത്തല ഭവന നിർമ്മാണ പദ്ധതിയിലെ കരാർ തൊഴിലാളികളാണ് ഈ മരിച്ചവർ. അപകടത്തിൽ 4 പേർ മരിച്ചതായാണ് നേരത്തെ അധികൃതർ അറിയിച്ചത്. പരിക്കേറ്റ 3 പേരെ ജഹന ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ 2 പേർ ഇന്ത്യക്കാരും ഒരാൾ നേപ്പാൾ സ്വദേശിയുമാണ്. 6 പേരുടെ മരണത്തിന് ഇരയാക്കിയ ഈ മണ്ണിടിച്ചിൽ ദുരന്തം വിരൽ ചൂണ്ടുന്നത് നിർമ്മാണ മേഖലയിലെ സുരക്ഷാ നടപടികളിലെ വീഴ്ചയാണ് എന്നാണ് സാങ്കേതിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ അപകടങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 37 പേർക്കാണ് ജീവഹാനി നേരിട്ടത്. 47 പേർക്ക് കാര്യമായ പരിക്ക് ഏൽക്കുകയും ചെയ്തുവെന്നും കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ പാർപ്പിട നഗര നിർമ്മാണ സൈറ്റിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരിൽ ഭൂരിപക്ഷത്തിനും അക്രഡിറ്റേഷൻ ഇല്ലെന്നാണ് കുവൈറ്റ് എഞ്ചിനീയേഴ്സ് സൊസൈറ്റി പ്രസിഡന്റായ ഫൈസൽ അൽ അദിൽ വെളിപ്പെടുത്തിയത്. അക്രഡിറ്റേഷനു വേണ്ടി അവരാരും സൊസൈറ്റിയെ സമീപിച്ചിട്ടുമില്ല. എഞ്ചിനീയർമാർ അക്രഡിറ്റേഷൻ ഉള്ളവരായിരിക്കണമെന്ന് സൊസൈറ്റി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും വിദേശ കൺസൾട്ടന്റുമാർക്ക് കീഴിൽ ഒട്ടേറെ പേർ ഇപ്പോഴും അക്രഡിറ്റേഷൻ സമ്പാദിക്കാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി. സുരക്ഷാ കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം അംഗീകരിക്കപ്പെടാതെ പോയതിന്റെ ഫലമാണ് ഈ മുത്തല ദുരന്തം. ഈ പ്രവണത ഇനിയും തുടരുവാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സുരക്ഷാ സംവിധാനത്തിന്റെ അഭാവം തന്നെയാണ് ഏറ്റവും പ്രധാനമായ അപകട കാരണം. കുഴിച്ചെടുക്കുന്ന ഭാഗത്ത് താൽക്കാലിക സപ്പോർട്ട് നൽകുന്നതിൽ വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. ഡ്രില്ലിംഗ് യന്ത്രങ്ങൾക്ക് കുഴിയുടെ ഓരം ചേർന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 5 മീറ്ററോളം താഴെയായി ഉണ്ടായിരുന്ന തൊഴിലാളികളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് അസോസിയേറ്റിയുടെ സാന്നിധ്യം കുഴിയെടുക്കുന്ന സമയത്ത് ഇല്ലായിരുന്നതും അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു അപകടം നടന്നപ്പോൾ സൂചനകളൊന്നും പുറത്തുവിടുവാൻ ഈ കമ്പനിക്ക് ആയുമില്ല. കരാറുകാരന് മേൽ സൂപ്പർവൈസിംഗ് അധികൃതരുടെ നിയന്ത്രണക്കുറവ് കാര്യമായി തന്നെ കാണാനുമുണ്ട്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള രക്ഷാ സംവിധാനങ്ങളുടെ സാന്നിധ്യം അടുത്തില്ല എന്നുള്ളതും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. കുഴിയിലിറങ്ങിയ തൊഴിലാളികളെ സേഫ്റ്റി ബെൽറ്റുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഒരു തെറ്റും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ അക്രഡിറ്റേഷൻ ഇല്ലാതെ കമ്പനികൾ പ്രവർത്തിക്കുകയും അവിടെ നിരവധി പ്രവാസികൾ ഇതുപോലെ ഒരു നേരത്തെ അന്നത്തിനായോ അല്ലെ കുടുംബത്തിന്റെ അത്താണിക്കായോ ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെടുന്നത് ആ കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.